നാലുകെട്ട്. MT വാസുദേവൻ നായർ. ഭാഗം 5. 64 ആളുകൾ കഴിഞ്ഞ സ്ഥലമെന്ന് അമ്മ പറയാറുള്ള ആ പഴയ നാലുകെട്ടിൻ്റെ വടക്കേ പുറത്തൊരു മുറിയിലാണ് അവളെ പെറ്റത്. നാലുകെട്ടിൽ തന്നെ വളർന്നു. പത്തായപ്പുരയുടെ താഴത്തെ മുറിയിലിരുത്തി എഴുത്തച്ഛൻ മറ്റു കുട്ടികളോടൊപ്പം എഴുതിച്ചു. മേലെ കളമുറ്റത്തെ പുളിമാവിൻ്റെ ചുവട്ടിൽ നിന്ന് നോക്കിയാൽ കാണുന്ന സ്ഥലമായിരുന്നു ലോകം. അതിനപ്പുറം കണ്ടിട്ടില്ല. വേനൽക്കാലമായാൽ കുളത്തിലെ വെള്ളം ചേറുതൊടും. അപ്പോൾ പുഴയിൽ പോയി കുളിക്കാൻ സമ്മതമുണ്ട്. തനിയെ പോകാറില്ല. ചെറിയിടത്തെയും വലിയിടത്തെയും കൂടെയുണ്ടാകും. അല്ലെങ്കിൽ വടക്കേ വീട്ടിലെ കുഞ്ഞുകുട്ടിക്ക് അവളേക്കാൾ 4 മാസം മൂപ്പയുണ്ടായിരുന്നുള്ളൂ. ഒച്ചയുണ്ടാക്കാതെ ഒതുക്കുകൾ ഇറങ്ങണം. പടി കടന്ന് 3 കണ്ടം കടന്നാൽ നിരത്താണ്. നിരത്ത് പുഴയുടെ വക്കിലാണ്. പടിപ്പുരയ്ക്ക് നേരെ തന്നെയാണ് കുരുതിപ്പറമ്പ്. അവിടെ ഇറങ്ങാൻ ഒതുക്കുകൾ വെട്ടിയിട്ടുണ്ട്. വടക്കേപ്പാട്ടെ പെണ്ണുങ്ങൾ കുളിക്കാൻ വരാറായാൽ ആ കടവിൽ നിന്ന് ആളൊഴിഞ്ഞുകൊള്ളും. വലിയമ്മാമ്മ മരിച്ചിരുന്നെങ്കിലും അന്ന് പ്രതാപം നശിച്ചിട്ടില്ല. കുളി കഴിഞ്ഞ് ഉമ്മറത്തോടെ തന്നെ വേണം അകത്തേക്ക് വരാൻ. ചിലപ്പോൾ അമ്മാമ്മ മുറ്റത്ത് നടക്കുന്നുണ്ടാവും. കാലടികളിൽ മാത്രം നോക്കി പതുക്കെ അകത്തേക്ക് കടന്നു പോകണം. നിലമറിയാതെ നടക്കണം എന്നാണ് അമ്മ പറയുക. കുളിക്കാൻ പോയ ഒരു വൈകുന്നേരമാണ് ആദ്യമായി കാണുന്നത്. കുരുതിപ്പറമ്പിലേക്ക് തിരിയുന്നിടത്തെ അത്താണിയുടെ മുകളിൽ തലയിൽ തുമ്പ് മുകളിലേക്ക് ഉയർത്തി തോർത്തുകെട്ടി ഒരാളിരിക്കുന്നു. താഴെ 2 പേർ നിന്ന് സംസാരിക്കുന്നു. അധികം മുഖമുയർത്താതെ ഒന്ന് നോക്കി. മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകൾ, കാതിൽ ചുവന്ന കല്ല് വെച്ച കടുക്കൻ. വലിയേടത്തിയുടെ മുറിയിൽ തൂക്കിയ രാജാവിൻ്റെ ചിത്രമാണ് ഓർമ്മ വന്നത്. എന്തോ പറഞ്ഞ് അയാൾ ചിരിച്ചപ്പോൾ ആ ചിരിയുടെ അലകൾ നദീതീരത്ത് മുഴങ്ങുന്നുണ്ടെന്ന് തോന്നി. അവളും കുഞ്ഞുകുട്ടിയും അത്താണിയുടെ ചുവട്ടിലെത്തിയപ്പോൾ അവരുടെ സംഭാഷണം നിലച്ചു. ആ കണ്ണുകൾ തൻ്റെ ദേഹത്ത് വീഴുന്നുണ്ടോ? വേഗം കടന്നു പോകണമെന്നുണ്ട്. പക്ഷേ കാലുകൾ നീങ്ങണ്ടേ? കടവിലേക്ക് ഇറങ്ങുമ്പോൾ കുഞ്ഞുകുട്ടി കാണാതെ ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോൾ അയാൾ താഴത്തിറങ്ങിയിരിക്കുന്നു. കൊന്നത്തെങ്ക് പോലെ നിവർന്നു നിൽക്കുന്ന ആ വലിയ മനുഷ്യൻ്റെ കണ്ണുകൾ നീണ്ടുവരുന്നു. കുളിക്കുന്നതിനിടയ്ക്ക് ജിജ്ഞാസ ഒതുക്കി സാധാരണ മട്ടിൽ ചോദിച്ചു, ആരെ കുഞ്ഞൂട്ടി അത്? ഏത് അത്താണിമ്മില്? അത് കോന്തുണ്ണിയാരല്ലേ, പകിടകളിക്കാരൻ കോന്തുണ്ണിയാര്. കുളിക്കാൻ വരുന്ന പല ദിവസങ്ങളിലും അവൾ കല്ലത്താണിക്ക് മുകളിലെ രാജാവിനെ കണ്ടു. ഒരു ദിവസം തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ പറഞ്ഞു, തന്നെ അല്ലേ ഉള്ളൂ, പുഴയിലേക്ക് പോണ്ട, കുളത്തിൽ അങ്ങോട്ട് മേക്കഴിക്കോ, മുണ്ട് മുക്കി അപ്പടി ചേറാവും അമ്മയെ എന്നൊരു സമാധാനം പറഞ്ഞിറങ്ങി. വയൽ കടന്ന് അത്താണിക്കടുത്തെത്തിയപ്പോൾ ശിരസ് താനേ കുനിഞ്ഞുപോയി. കാലുകളിൽ ഒരു വിറയുണ്ടോ? നിരത്തിലേക്ക് മണ്ണിൽ നിന്ന് കണ്ണുകൾ പറിച്ചെടുത്ത് ഒന്ന് നോക്കി. അത്താണി ഒഴിഞ്ഞു കിടക്കുന്നു. ധൃതിയിൽ നടന്ന് കുരുതിപ്പറമ്പിൽ കയറിയപ്പോൾ പൊടുന്നനെ കണ്ണുകൾ ചെന്നുമുട്ടിയത് ആലിൻ്റെ വേരിന്മേലിരിക്കുന്ന അയാളുടെ മുഖത്താണ്. നടത്തത്തിന് വേഗം കൂടി. തന്നെയുള്ളൂ? തന്നോടാണ്. മൂളി എന്നാണ് ഓർമ്മ. ശബ്ദം പുറത്തു വന്നുവോ എന്തോ. അടുത്ത ദിവസവും കണ്ടു. അപ്പോൾ അയാൾ വിളിച്ചു, പാറൂട്ടി. അവൾ തുടുത്തുപോയ മുഖവുമായി നെഞ്ചിടിപ്പോടെ താഴേക്കിറങ്ങുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനീ നാട്ടുകാരൻ തന്നെയാണ്, പേര് കോന്തുണ്ണി. ആ സ്വയം പരിചയപ്പെടുത്തൽ കേട്ടപ്പോൾ അവൾക്ക് ഉള്ളിൽ ചിരി വന്നു പോയി. പിന്നെ ആ കൂസലില്ലായ്മയും. അവൾ ഒരു നിമിഷം നിന്നു. അറിയോ? എന്നിട്ടാ കണ്ട ഭാവമില്ലാതെ പോണത്? പഞ്ചായത്ത് വഴിക്കല്ലല്ലോ. അങ്ങനെയാണ് ആ പരിചയം ആരംഭിക്കുന്നത്. മുത്തശ്ശി മരിച്ചപ്പോൾ വെട്ടിക്കൂട്ടാനും 16-ന് ശ്രമിക്കാനും വന്ന ദേശക്കാരിൽ കോന്തുണ്ണി നായരും ഉണ്ടായിരുന്നു. 4 പുരയുടെ മുകളിൽ കുത്തഴിയിലൂടെ പുറകിൽ നിന്ന് നോക്കുമ്പോൾ കയ്യാലയുടെ മുറ്റത്ത് അയാൾ പണിയെടുക്കുന്നതും എടുപ്പിക്കുന്നതും കാണാം. കൊടിക്കുന്നത്ത് കാവിലെ കുരുതിക്ക് താലം കൊളുക്കുന്നിടത്ത് അയാളുണ്ട്. വാഴാവിൽ നിന്ന് കൊളുത്തിയ താലം കൊണ്ടുവന്ന് ചൊരിയേണ്ടത് കുരുതിപ്പറമ്പിലാണ്. ദൂരം കുറച്ചുണ്ട്. നടപ്പുദീന കാലത്ത് കുരുതി കഴിച്ച ശേഷം ആദ്യമായി ഉണ്ടാവുന്ന കുരുതിയാണ്. എല്ലാ നായർ വീടുകളിൽ നിന്നും താലമുണ്ട്. കളത്തിലെ താലമായിരിക്കും മുന്നിൽ. തൊട്ടടുത്ത വലിയ വീട്ടിലെ 3-മത്തേത് വടക്കേപ്പാട്ടയാണ്. അക്കൊല്ലം ലഹളയുണ്ടാകുമെന്ന് കരുതിയതായിരുന്നു. മുത്തള്ളിൻകുന്നത്തെ ശിവരാത്രിക്ക് പൂതനും തിറയും പള്ളിക്ക് മുൻവശത്തെ റോഡിലൂടെ കൊട്ടിക്കൊണ്ട് കടന്നുപോയപ്പോൾ മാപ്പിളമാർ വന്ന് തടഞ്ഞ് അടിയുണ്ടാക്കി. പലർക്കും പരിക്കുപറ്റി. മാപ്പിളാര് കുഴപ്പമുണ്ടാക്കുവോ? കാരണവന്മാർ ചോദിച്ചു. എല്ലാ നായർ തറവാടുകളിൽ നിന്നും പ്രായം തികഞ്ഞ പെൺകിടാങ്ങൾ താലമെടുക്കുന്നുണ്ട്. താലപ്പൊലിക്കിടയിൽ ബഹളമുണ്ടായാൽ ദേശത്തെ ചെറുപ്പക്കാരായിരുന്നു കുരുതി നടത്തിയിരുന്നത്. പ്രധാനി കോന്തുണ്ണി നായർ തന്നെ. അയാൾ സംശയിച്ചിരിക്കുന്ന വീടുകളിലെല്ലാം കയറി ഇറങ്ങി. ഒരു കുഴപ്പമുണ്ടാവില്ല. കോന്തുണ്ണിക്ക് ആയുസ്സുള്ള കാലത്ത് ഒന്നും പേടിക്കണ്ട. പകൽപൂരവും വെടിക്കെട്ടും കഴിഞ്ഞു. കുരുതിപ്പറമ്പിൽ നിന്നും പഞ്ചവാദ്യം കഴിഞ്ഞപ്പോൾ വാഴാലിക്കാവിലേക്ക് ആളുകൾ നീങ്ങി.
താലം രണ്ടു വരിയായി നിരന്നു. പെൺകിടാങ്ങൾക്ക് പിറകിൽ ആണുങ്ങളുടെ രക്ഷാനിരയുണ്ടായിരുന്നു. എന്നാലും താലമെടുക്കുന്നവർക്കെല്ലാം ഭയമുണ്ട്. വാസ്തവത്തിൽ താലമെടുക്കാൻ പാറുക്കുട്ടിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതൊരു വഴിപാടല്ലേ എന്നായിരുന്നു അമ്മയുടെ ചോദ്യം. ഭഗവതിയുടെ കാര്യത്തിൽ ഉപേക്ഷ കാണിക്കരുതല്ലോ. ഭഗവതി പരദേവതയാണ്. മച്ചിൽ കുടിപ്പാർപ്പുണ്ട്. വെളിച്ചപ്പാട് താലം കൊളുത്തി നീങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ പിന്നിൽ നോക്കി. ചെറിയൊപ്പം ഉണ്ടാവുമെന്നാണ് പറഞ്ഞിരുന്നത്. നോക്കുമ്പോൾ കണ്ണുകൾ ചെന്നു മുട്ടിയത് കോന്തുണ്ണി നായരുടെ മുഖത്താണ്. ഞാനുണ്ട് എന്ന ഭാവമായിരുന്നു ആ കണ്ണുകളിൽ. തിരക്ക് വരുമ്പോൾ തൊട്ടു തൊട്ടില്ല എന്നാവും. ശിരസിൽ ശ്വാസം വന്ന് തട്ടുന്നില്ലേ എന്ന് തോന്നി. കുരുതിപ്പറമ്പിലെത്തിയത് അറിഞ്ഞില്ല. കാണാനും സംസാരിക്കാനും സന്ദർഭങ്ങളുണ്ടായി. സ്വയം ഉണ്ടായതാണോ? ഉണ്ടാക്കി എന്ന് പറയുന്നതാവും ശരി. അയാൾ ഓപ്പയുടെ കൂട്ടുകാരനായി ഇടയ്ക്ക് വീട്ടിൽ വന്നു. അത് വലിയമ്മാമ്മയ്ക്ക് പിടിച്ചില്ല. അങ്ങനെയാണ് കുഴപ്പം ആരംഭിച്ചത്. കല്യാണം ഉറച്ചത് പെട്ടെന്നാണ് അറിഞ്ഞത്. മാണിയൂരിൽ നിന്നാണ് ആൾ വരുന്നത്. അയാളും വേറെ 3 പേരും ഒരു ദിവസം വീട്ടിൽ വന്നു. വലിയമ്മാമ്മയുടെ കൂടെ ഇരുന്ന് സംസാരിച്ചു. തെക്കിനിയിലാണ് ഇല വെച്ചത്. ദേശത്തു നിന്ന് 2-3 കാരണവന്മാരുണ്ടായിരുന്നു. ഊണ് കഴിക്കുന്നവർക്കിടയിൽ തന്നെ സംബന്ധം ചെയ്യാൻ പോകുന്ന ആളെ ചെറിയിടത്തി ചൂണ്ടിക്കാണിച്ചു തന്നു. അയാൾക്ക് തന്നെ കാണിക്കാൻ കിണ്ടിയിൽ വെള്ളവുമെടുത്ത് ഉമ്മറത്തേക്ക് അയച്ചതിനു മുമ്പ് തന്നെ അയാളെ അവൾ കണ്ടു. പ്രായമായിരിക്കുന്നു. ചുണ്ടിലും കൈവെള്ളയിലും അറപ്പ് തോന്നിക്കുന്ന പാണ്ടുണ്ട്. ചേന ചെത്തി വെച്ച പോലെ. ഒന്നേ നോക്കിയുള്ളൂ. അന്ന് രാത്രി മുഴുവൻ കരഞ്ഞു. ആരോടും പറഞ്ഞില്ല, പറയാനില്ല. അമ്മയ്ക്ക് കാര്യം അറിയാമായിരുന്നു. പക്ഷേ കുഞ്ഞീഷ്ണ നിശ്ചയിച്ചാൽ പിന്നെ ഞാൻ എന്താ ചെയ്യുക? കാടും മലയും കളങ്ങളുണ്ടത്രേ. സ്വകാര്യ സ്വത്ത് ധാരാളമുണ്ട്. ആദ്യത്തെ ഭാര്യ മരിച്ചു. 2ാമത്തെ ഭാര്യയെ ഉപേക്ഷിച്ചു. എന്നാലും നല്ലവനാണ്. 2ാമത്തെ ഭാര്യയിലെ മക്കൾക്ക് ചെലവിന് കൊടുക്കുന്നുണ്ട്. അന്നത്തെ സംസാരം അതൊക്കെയായിരുന്നു. ഒന്ന് കാണാൻ വേണ്ടി കാത്തിരുന്നു. അവസാനം കല്യാണത്തിൻ്റെ തലേ ദിവസം മുത്തശ്ശിയുടെ ഏട്ടത്തിക്ക് മുറുക്കാൻ കൊടുത്ത് അനുഗ്രഹം വാങ്ങി തിരിച്ചു പോരുമ്പോഴാണ് കണ്ടത്. കൂടെ വള്ളിയുടെ മകൾ കുട്ടിപ്പെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. ഇടവഴിയിൽ കടലാവണക്കിൻ്റെ കൊമ്പ് വളച്ചു പിടിച്ച് ഉയർന്ന തിണ്ടിൽ കാൽ കയറ്റി വച്ചു നിൽക്കുകയായിരുന്നു. മുറുക്കി ചുവപ്പിച്ച ചുണ്ടിൽ അപ്പോഴും കൂസലില്ലാത്ത ഒരു ചിരിയുണ്ട്. കണ്ടപ്പോൾ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് പൊട്ടിക്കരഞ്ഞുപോയി. പാറൂട്ടി, എന്താ പാറൂട്ടി? പറയാൻ വാക്കുകളില്ലായിരുന്നു. ഒന്നും വ്യക്തമായി ബോധമുണ്ടായിരുന്നില്ല. എന്തെല്ലാമോ പറഞ്ഞു കേട്ടു. രണ്ടാമതൊരു നിമിഷം ആലോചിക്കാൻ മനസ്സിന് കഴിഞ്ഞില്ല. പാറൂട്ടിക്ക് എന്നെ വിശ്വാസമുണ്ടോ? മിണ്ടാൻ വയ്യ. ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് 4 കെട്ടും നെല്ലിൻ പത്തായവുമില്ല. എന്നാലും ഞാൻ ഒരാണാണ്. ധൈര്യമുണ്ടെങ്കിൽ പോന്നോളൂ. ഈ കൈത്തണ്ടയ്ക്ക് ബലമുള്ള കാലം വരെ പുലർത്തിക്കോളാം. ആ ശരീരത്തെക്കാളും കരുത്തുണ്ടായിരുന്ന വാക്കുകൾക്ക് കണ്ണടച്ചുകൊണ്ട് പതുക്കെ വ്യക്തമായി പറഞ്ഞു. വരാം. ശരിയാണ്. ആയുസുള്ള കാലം വരെ പുലർത്തി. നേരാവണ്ണം തന്നെ. വിവാഹം കഴിഞ്ഞപ്പോൾ അതൊരു വിവാഹമായിരുന്നുവോ? അയാൾ ആളാകെ മാറിപ്പോയെന്ന് നാട്ടുകാർ പറഞ്ഞു. അതിൻ്റെ ശേഷം പകിടക്കരു എടുത്തിട്ടില്ല. കുടിച്ച് ലെക്കില്ലാതെ നടന്നിട്ടില്ല. പകലും രാവും തൊടിയിൽ നിന്ന് കയറാതെ അധ്വാനിക്കുകയായിരുന്നു. പുറത്ത് മഴ അടങ്ങിയിരിക്കുന്നു. കാറ്റപ്പോഴും നേരിയ ചൂളം കുത്തിക്കൊണ്ട് കടന്നു വരുന്നുണ്ട്. ഇനിയും മഴ പെയ്തേക്കും. ജനാലയിൽ തൂക്കിയ ഓലതടുക്കിൻ്റെ വിടവിലൂടെ ഒച്ചയില്ലാത്ത മിന്നൽ പാളികൾ കാണാം. വായുവിൽ നേർത്ത ഒരു തണുപ്പുണ്ട്. തലയുടെ മുകളിൽ വിരിച്ച തോർത്തെടുത്ത് അപ്പുണ്ണിയെ പുതപ്പിച്ചു. പാറുക്കുട്ടി അവൻ്റെ ശരീരത്തോട് ചേർന്നു കിടന്നു. ഉച്ചയായപ്പോഴേക്കും വീട് നിറഞ്ഞു. തെക്കിനിയിലും വടക്കിനിയിലും നടപ്പുരയിലും നിറയെ പെണ്ണുങ്ങൾ. പിന്നെ കരയുന്ന ചെറിയ കുട്ടികളും. എല്ലാവരും കുടുംബക്കാരോ ബന്ധുക്കളോ ആണ്. ഉമ്മറത്തും ഇറയത്തും മുതിർന്ന കുട്ടികൾ. മുറ്റത്തും പന്തലിലും ആണുങ്ങൾ. പന്തലിനു തൊട്ട് ഓല മറച്ച് നെടുമ്പുര ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലാണ് പുള്ളുവർ ഇരിക്കുന്നത്. അവർക്ക് വേണ്ടപ്പോൾ മുറുക്കാനും വെള്ളവും എത്തിച്ചു കൊടുക്കേണ്ടത് മാളുവിൻ്റെ ചുമതലയായിരുന്നു. തറവാട്ടിലെ അനന്തരവൻ്റെ മകളാണ് മാളു. അത് അവൾക്കിഷ്ടമായി. രാമനാണ് പുള്ളവരുടെ മൂപ്പൻ. രാമൻ്റെ പുള്ളുവത്തിക്കും പാടാനറിയാം. നാലകായ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നെ പന്തലിലും നെടുമ്പുരയിലും ചുറ്റി നടക്കാൻ മാളുവിന് നേരമില്ലെന്നായി. കരയുന്ന ഒരു കുട്ടിയെ നീട്ടിയിട്ട് ആരെങ്കിലും പറയും, എടിയേ ഇതിനെ പുറത്തേക്ക് കൊണ്ടുപോയി ഒന്ന് കരച്ചിൽ മാറ്റിക്കാം. ആദ്യം കയ്യിൽ കിട്ടിയ കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റുന്നത് ഒരു രസമായി തോന്നി. പക്ഷേ അതുകൊണ്ട് അവസാനിക്കുന്നില്ല. പുതിയ കൂട്ടർ വന്ന് കയറുന്നതോടൊപ്പം കരയുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പക്ഷേ വയ്യെന്ന് പറയാൻ കഴിയുമോ? അവൾ അച്ഛൻ്റെ കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ അവളോടും പറഞ്ഞിട്ടുണ്ട്, വിളിച്ചതും പറഞ്ഞതും കേൾക്കണം, ചൊല്ലുവിളി വേണം. എല്ലാവരും വേണ്ടപ്പെട്ടവരാണ്. അധികം ആരെയും ആളും അറിയില്ല. ചോദിച്ചാൽ അറിയും. അതേ, കുഴിൽത്തൊടിയിലെ പാപ്പിച്ചെറിയമ്മയുടെ താഴെയുള്ളതല്ലേ? അതെ. അമ്മുക്കുട്ടിയെടുത്തിടെ നായരുടെ വീട്ടിൽ നിന്നല്ലേ?
തുള്ളലിന് വരാൻ അവളും കൊതിച്ചതാണ്. തുള്ളൽ എന്ന് കേട്ടിട്ടേയുള്ളൂ. താഴെയും മേലെയുമായി 2 സർപ്പക്കാവുകളുണ്ട്. രണ്ടിലും കൂടി 3 നാഗങ്ങളുണ്ട്. പേരും ആള് പഠിച്ചു വെച്ചിട്ടുണ്ട്. കരിനാഗം, മണിനാഗം, അഞ്ജനമണിനാഗം. കരിനാഗം ചീത്തയാണ്, താണജാതിയാണ്. അയ്യപ്പനും ചാത്തപ്പനും ഒക്കെ ഉള്ള പോലെയായിരിക്കുമെന്ന് മാള് വിചാരിച്ചു. അതുകൊണ്ടാണ് ശിവരാത്രിക്ക് പാലും പഴവും കൊടുക്കുമ്പോൾ ആദ്യം കരിനാഗത്തിന് വെക്കുന്നത്. മേലേക്കാവിലാണ് ആദ്യം കൊടുക്കുന്നതെങ്കിൽ ദൂരെയുള്ള കരിനാഗം ചെന്ന് അശുദ്ധമാക്കുമല്ലോ. മാളു ഈ നാഗങ്ങളെ കണ്ടിട്ടില്ല. സർപ്പക്കാവിൽ ചിത്രകൂടത്തിൻ്റെ താഴെയാണ് അവരുടെ മാളിക. ഓരോന്നിലും മക്കളും മരുമക്കളും പാലേക്കാരുമായി കുറേ പാമ്പുകളുണ്ടാവും. അതിലൊന്നിനെയാണ് മുറ്റത്തെ ഒതുക്കുകല്ലിൽ കുറേ ദിവസം മുമ്പ് കണ്ടതത്രേ. സന്ധ്യയ്ക്ക് തങ്കയെടുത്തി വിളക്ക് വയ്ക്കാൻ ഉമ്മറത്ത് പോയപ്പോൾ വിളിച്ചു പറഞ്ഞു, അമ്മേ പാമ്പ്, ചെറിയമ്മേ പാമ്പ്. തങ്കയെടുത്തി തിരിവെക്കാതെ അകത്തേക്ക് ഓടി. സന്ധ്യ ആകുമ്പോൾ എന്താടി കൂട്ടിയാർക്കണ എന്ന് മകളെ ശാസിച്ച് കൊണ്ടാണ് ഏട്ടൻ്റെ അമ്മയുടെ വരവ്. തങ്കയെടുത്തിയുടെ അമ്മയെ അവൾ ഏട്ടൻ്റെ അമ്മ എന്നാണ് വിളിക്കുക. തങ്കയെടുത്തി ഉമ്മറത്തേക്ക് തിരിച്ചു വന്നു. അവിടെ പാമ്പുണ്ട് അമ്മേ. ഏട്ടൻ്റെ അമ്മ തെക്കിനിയിൽ കടന്നു നിന്ന് ഉറക്കെ വിളിച്ചു, കുട്ടാ, മീനാക്ഷി, ഭാസ്കര, പാമ്പ്, ഉമ്മറത്ത് പാമ്പ്. ഏട്ടൻ്റെ അമ്മയുടെ താഴെയാണ് അവളുടെ അച്ഛൻ. പേരെ വിളിക്കൂ. അച്ഛൻ വന്നു. ഭാസ്കരേട്ടനും കൃഷ്ണൻകുട്ടിയും വന്നു. അകത്തു നിന്ന് അച്ഛമ്മയും പതുക്കി എഴുന്നേറ്റ് വന്നു. എവിടെ എവിടെ? നോക്കിയപ്പോൾ പാമ്പില്ല. മുറ്റത്തും ഒതുക്കുകല്ലിൻ്റെ ചുവട്ടിലും പച്ച നാളികേരം കൂട്ടിയിട്ടിടത്തും ഒക്കെ തെരഞ്ഞു, പാമ്പില്ല. ഭാസ്കരേട്ടൻ അനിയത്തിയെ കുറ്റപ്പെടുത്തി. ഈ പെണ്ണ് വല്ല ഓലക്കുടിയും കണ്ട് കൂട്ടിയാർത്തതാവും. ഏട്ടൻ്റെ അമ്മ മകളുടെ ഭാഗം ചേർന്നു. പോടാ, ഓൾ അങ്ങനെയൊന്നും പറയില്ല. ഞാൻ കണ്ടതാ അമ്മേ. അച്ചമ്മ തങ്കയെടുത്തിയെ പിടിച്ചു വിസ്തരിച്ചു. നീ കണ്ടു തങ്കക്കുട്ടിയെ? ഞാൻ അസലായി കണ്ടു അമ്മേ. വിശ്വസിപ്പിക്കാൻ ഒരു സത്യവും ചെയ്തു. എൻ്റെ കണ്ണ് 2ആണ്. കൊടിക്കുന്നത്ത് അമ്മയെ തന്നെയാണ് ഞാൻ കണ്ടു. പടണ്ടോ? ഇത്രയുള്ളൂ അമ്മമ്മേ, ചെറുതാ. നിറെന്താ? കറുത്തിട്ടാ, മിനുങ്ങണുണ്ട്. ആ, അച്ചമ്മയ്ക്ക് സമാധാനമായി. നിവർന്ന് എല്ലാവരോടുമായി പറഞ്ഞു, കേട്ടോളിയും കുട്ടിയോളെ, തല്ലും കൊല്ലൊന്നും വേണ്ട. അത് കളിക്കേണ്ട പാമ്പല്ല, കാവലത്തെ പാമ്പായിരിക്കും. വലിയമ്മാമ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എത്തി. എല്ലാവരും അകത്തേക്ക് പോയി. മാളുവിൻ്റെ അച്ഛൻ കിഴക്കേ ഇറയത്തേക്ക് മാറി നിന്നു. അച്ചമ്മ പാമ്പിനെ കണ്ട വിവരം പറയാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു. സംഭവം കേട്ടപ്പോൾ വലിയമ്മാമ പറഞ്ഞു, പാലും പൊടിയും കൊടുത്തിരിക്കുകയാണല്ലോ, എന്തേ ഇങ്ങനെ കാണാൻ? കുറച്ചു നേരം മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ശേഷം ഉറക്കെ പറഞ്ഞു, എന്തിനാ? അയത്തല്ല, ചൂത്തല്ല, ഒക്കെ തീണ്ടിപ്പൊട്ടിച്ചിട്ടുണ്ടാവും അസത്തുക്കള്. എന്നിട്ട് മാളുവിൻ്റെ അച്ഛനെ വിളിച്ചു. എടാ കുട്ടാ, നാളെ പാടത്ത് പോരണ വഴിക്ക് എമ്പ്രാന്തിരിയോട് ഒന്ന് പുണ്യാഹം കഴിക്കണമെന്ന് പറ. മാളുവിൻ്റെ അച്ഛൻ കേട്ടു. വലിയമ്മാമ എന്തു പറഞ്ഞാലും മറുപടി പറയില്ല. അതാണ് അച്ഛൻ്റെ പതിവ്. എല്ലാം അനുസരിക്കുകയും ചെയ്യും. വലിയമ്മാമയോട് മറുപടി പറയുന്നത് സൂക്ഷിച്ചു വേണം. അതേ എന്നോ അല്ല എന്നോ പറഞ്ഞാൽ ഇടിവെട്ടുന്ന ശബ്ദത്തിൽ എന്തുണ്ടെന്ന്, എന്തില്ലാന്ന് അലറും. അതാണ് പതിവ്. പാമ്പിനെ വീണ്ടും പലയിടത്തും കണ്ടുവത്രേ. തൊഴുത്തിൻ്റെ പിന്നാമ്പുറത്തെ പടവിൽ, കളമുറ്റത്തെ പ്ലാവിൻ്റെ ചുവട്ടിൽ അപ്പുക്കുട്ടൻ പണിക്കർ വന്ന് രാശിവെച്ചു. നാഗങ്ങൾ ദാഹിച്ചു നടക്കുകയാണ്. പാലും പൊടിയുണ്ടാവും, ആയില്ല, തുള്ളൽ തന്നെ വേണം. അങ്ങനെയാണ് പുള്ളുവൻ രാമൻ വന്ന് തുള്ളൽ കുറിച്ചത്. ഉമ്മറത്ത് കുട്ടികളുടെ കൂട്ടത്തിൽ പോയിരുന്നാൽ പന്തലിൽ നടക്കുന്നതെല്ലാം മാളുവിനെ കാണാം. പക്ഷേ ഇടയ്ക്ക് തങ്കയെടുത്തി വിളിക്കും, മീനാക്ഷിയെടുത്തി വിളിക്കും, വന്നവരിൽ പലരും വിളിക്കും. അവൾ ഒഴിവ് കിട്ടിയപ്പോൾ അച്ചമ്മയുടെ മുറിയിലൊന്ന് പോയി. അച്ചമ്മയ്ക്ക് സംസാരിക്കാൻ 2 പേരെ കിട്ടിയിട്ടുണ്ട്. പറ്റിയ തുണക്കാരാണ്. തല പഞ്ഞി പോലെ നരച്ച ഒരു തള്ള. തടിച്ച് എണ്ണ മിനുങ്ങുന്നതാണ് അവരുടെ ശരീരം. കഴുത്തിലൊരു പൊന്നുനൂലുണ്ട്. ചുമലോളം നീണ്ട വലിയ കാതുള്ള ഒരു മെലിഞ്ഞ തള്ളയാണ് 2ാമത്തെ ആൾ. അവർ കൊമ്പുപോലെ തലമുടി നെറുകയിൽ കെട്ടി പൊക്കി വെച്ചിരിക്കുന്നു. അവരാണ് ചോദിച്ചത്, ഏടിയേ, എനിക്ക് നിശ്ചയുണ്ടോ? അവർ സംസാരിക്കുമ്പോൾ വല്ലാത്ത വിറയുണ്ട്. ഇവളിപ്പോൾ എവിടെയാ? പൊന്നുനൂലുള്ളവരും അന്വേഷിച്ചു. അച്ചമ്മയുടെ അനിയത്തിമാരാണെന്ന് പറഞ്ഞ പിന്നീടാണ് മനസ്സിലായത്. അവർ 3 പേരും കാല് നീട്ടിയിരുന്ന് വായിൽ മുറുക്കാനും ഇട്ട് സംസാരിക്കുന്നത് കേൾക്കാൻ രസമുണ്ട്. പണ്ട് അവരൊക്കെ കുട്ടികളായിരുന്ന കാലത്തെ കഥകളാണ്. അന്ന് എല്ലാവരും ഈ വീട്ടിലായിരുന്നു. അവരൊക്കെ കുട്ടികളായിരുന്നു എന്ന് വിശ്വസിക്കാൻ മാളുവിന് പ്രയാസം തോന്നി. പിന്നെ തുള്ളലിനെ പറ്റിയായി. ഏട്ടത്തിയും അനിയത്തിമാരും തമ്മിൽ സംസാരിക്കുകയാണെന്ന് തോന്നില്ല. എച്ചുമോന് ഓർമ്മയുണ്ടോ ഉണിച്ചിരിത്തുള്ളലിനെ ഇരുന്ന കൊല്ലം മേലേക്കാവല് പൂക്കൽ കുത്തിയത്? പിന്നെ ഇന്നലെ കഴിഞ്ഞന്തി തോന്നുന്നുണ്ട്. വല്ലാത്ത പരീക്ഷയായിരുന്നു കേട്ടോ. 3 പേർക്കും ഓർമ്മയുണ്ട്. എന്നാലും പറയാനുള്ള രസം കൊണ്ടായിരിക്കണം അച്ചമ്മ വിവരിച്ചു. ഇടവപ്പാതിക്ക് വരൂ പൊട്ടിയൊലിച്ച് ചിത്രകൂട ഒഴുകിപ്പോയി.
പുതിയ ചിത്രകൂടം മുഹൂർത്തം നോക്കി വെട്ടിവെപ്പിച്ചു. അടുത്ത കൊല്ലത്തെ തുള്ളലിൻ്റെ അവസാന ദിവസം ആണുങ്ങൾ പന്തം കൊളുത്തി മേലേക്കാവിലേക്കുള്ള വഴിയിൽ തയ്യാറായി നിന്നു. പൂക്കുല കുത്താൻ ഉറഞ്ഞോടുമ്പോൾ കൂടെ ഓടിയെത്തണമല്ലോ. പക്ഷേ കളത്തിലിരിക്കണ പെൺകിടാവ് തുള്ളി ഓടിയത് ആ വഴിക്കല്ല. ഇരുട്ടിൽ പൊടുന്നനെ മറിഞ്ഞുപോയി. വിളക്കും ആളുകളുമായി ചെന്ന് നോക്കിയപ്പോൾ പടിഞ്ഞാറേ അതിർത്തിയിലെ മുളങ്കൂട്ടത്തിൽ തലയിട്ടുകൊണ്ട് പെൺകിടാവിരിക്കുന്നു. നോക്കിയപ്പോൾ നഷ്ടപ്പെട്ടു പോയെന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്ന ചിത്രകൂടം മുക്കാലും മണ്ണിൽ പൂഴ്ന്നു കിടക്കണു. പാമ്പന്മാരുടെ ഒരു ഊറ്റേ! നാരായണ നാരായണ! അച്ചമ്മയും തുള്ളാനിരുന്നിട്ടുണ്ട്. ഇന്ന് തുള്ളാനിരിക്കുന്നത് അമ്മിണിയെടത്തിയും തങ്കയെടത്തിയുമാണ്. വലിയമ്മാമൻ്റെ ഇളയ മകളാണ് അമ്മിണിയെടത്തി. അമ്മായിയും മക്കളും ഇന്നലെയാണ് വന്നത്.